വാർത്തകൾ തുടരും. മദ്യലഹരിയിൽ വീട്ടിലേക്ക് കയറി വന്ന ഭർത്താവ് അസുഖബാധിതയായി കിടന്നിരുന്ന ഭാര്യയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെട്ടു. മണലൂർ പാലാഴി മാമ്പുള്ളി മുടുവങ്കാട്ടിൽ ലീല ആണ് കൊല്ലപ്പെട്ടത്. 48 വയസ്സായിരുന്നു. ഓട്ടോ ഡ്രൈവറായ ഭർത്താവ് രാജനെ ചേർപ്പ് CIC സുന്ദരനും സംഘവും അറസ്റ്റ് ചെയ്തു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം ഇങ്ങനെ. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു മാമ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ലീല എന്ന സ്ത്രീധനെ അതിൻ്റെ ഭർത്താവ് ആയിട്ടുള്ള പ്രതി ഇന്നലെ ഒരു 19/1/2014 വൈകിട്ട് 4 മണിക്കും അതുപോലെ തന്നെ രാത്രി ഒരു 11:45 ഇടയ്ക്കുള്ള സമയത്ത് കഴുത്ത് ഞെരിച്ച് കൊന്നതായിട്ടാണ് നമുക്ക് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ പ്രാഥമികമായിട്ട് ഇൻക്വസ്റ്റ് നടത്തിയതും മറ്റുള്ള സാക്ഷികളായിട്ടുള്ള ആളുകളെ കണ്ട് ചോദിച്ചതും മറ്റും പ്രാഥമിക നിഗമനത്തിൽ ശ്വാസം മുട്ടിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നാണെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഞായറാഴ്ച പകൽ 4-ന് വീട്ടിലെത്തിയ രാജൻ മദ്യലഹരിയിലായിരുന്നു. ഭാര്യ ലീല നടുത്തളത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇതിനെ ചൊല്ലി ഇരുവരും വഴക്കിടുകയും രാജൻ ലീലയെ കഴുത്ത് ഞെരിക്കുകയും പിന്നീട് മുറിയിൽ കയറി ഉറങ്ങുകയും ചെയ്തു. അമ്മയെ കഴുത്ത് ഞെരിക്കുന്നത് മകൾ രാലിഷ കണ്ടിരുന്നു. രാത്രി 11 മണിയായിട്ടും അമ്മ എഴുന്നേൽക്കാതെയും ഭക്ഷണവും മരുന്നുകളും കഴിക്കാതെയും വന്നതോടെയാണ് അമ്മയുടെ അനുജത്തി ലളിതയോട് രാലിഷ കാര്യങ്ങൾ പറയുന്നത്. ബന്ധുക്കളെത്തി വിളിച്ചു നോക്കിയിട്ടും എഴുന്നേൽക്കാതെ വന്നപ്പോൾ ഡോക്ടറെ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോഴാണ് മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞുവെന്ന് മനസ്സിലായതെന്ന് പോലീസ് പറയുന്നു. സ്വാഭാവിക മരണമെന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നതിനിടയിലാണ് ലീലയുടെ സഹോദരനോട് മകൾ രാലിഷ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. കഴുത്തിൽ പാടുകൾ കണ്ടതിനെ തുടർന്ന് കൊല്ലപ്പെട്ട ലീലയുടെ സഹോദരനാണ് അന്തിക്കാട് പോലീസിനെ വിവരമറിയിച്ചത്. തുടർന്ന് SI ഉണ്ണികൃഷ്ണൻ, ASIമാരായ മാധവൻ, സലീം എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധനയും അന്വേഷണവും നടത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അർബുദ രോഗത്തെ തുടർന്ന് ലീല ഓപ്പറേഷന് വിധേയയായി ചികിത്സയിലായിരുന്നു. വർഷങ്ങളായി ചികിത്സയും പരിചരണവും നൽകുന്നതിനിടയിലാണ് മദ്യലഹരിയിൽ ആറാടിയെത്തിയ ഭർത്താവ് ഘാതകനായി മാറിയതെന്ന് പോലീസ് പറഞ്ഞു. സമാശ്വാസ കുടിശ്ശിക ഒറ്റത്തവണയായി നൽകണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം EV ദശരഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വളരെ കാലമായി നമ്മുടെ പെൻഷൻ സുഹൃത്തുക്കൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വളരെയധികം അക്ഷീണമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംഘടനയും ഏഷ്യയിലെ ഏറ്റവും വലിയ സംഘടനയുമായ KSSPU എന്ന സംഘടന നമ്മുടെ കേരളത്തിലെ പെൻഷൻകാരുടെ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി അവരുടെ ആനുകൂല്യങ്ങൾ അതാത് ഭരിക്കുന്ന ഗവൺമെന്റുകളിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന പ്രവർത്തനവുമായി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ഒരു സമയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 2014 ജനുവരി 20-ാം തീയതി നമ്മുടെ കേരളത്തിലെ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും നമ്മുടെ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തളിക്കുളം ബ്ലോക്ക് KSSPUവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നോളം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഇവിടെ പെൻഷൻ പരിഷ്കരണവുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയപ്പോൾ എല്ലാ കാലഘട്ടത്തിലും 1957 പെൻഷൻ പരിഷ്കരണം മുതൽ ഈ കാലമത്രയും നമ്മുടെ പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റിന്റെ ടേംസ് ഓഫ് റെഫറൻസ് പറയുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ ചന്ദ്രാനന്ദൻ മാസ്റ്റർ, AK ജനാർദ്ദൻ മാസ്റ്റർ, K ശങ്കുണ്ണി നായർ, P പ്രേമചന്ദ്, KK ഭരതൻ, K ജയലക്ഷ്മി, VS രാമനാഥൻ എന്നിവർ സംസാരിച്ചു. വലപ്പാട് പഞ്ചായത്ത് 9-ാം വാർഡിൽ LDF സ്വതന്ത്രനായി മത്സരിക്കുന്ന സുധീർ പട്ടാലിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി പൊതുയോഗം നടത്തി. CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് സതീശന്റെ വിജയത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി സഖാവ് സതീശനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാകണമെന്നും വിനയപൂർവ്വം ആമുഖമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു.
ഈ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് വരാനിടയാക്കിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് സ്വാഗതം പറഞ്ഞ സഖാവ് രാമദാസും ബഹുമാന്യനായ അധ്യക്ഷന് നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ പഞ്ചായത്തിന്റെ ഭരണം അസ്ഥിരതയില്ലാതെ സ്ഥിരമായ ഒരു ഭരണത്തിനു വേണ്ടി ഈ 2 സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടത് അനിവാര്യമായൊരു കാരണമാണെന്ന് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്കറിയും എന്ന് ഞാൻ കരുതുക. തീർച്ചയായും ബീന അജയഘോഷിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണം കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ്. അഴിമതിരഹിതമായി സുതാര്യമായി ബഹുജനങ്ങളോടും ഗ്രാമസഭകളെയും ഗ്രാമസഭകളെയും പരിഗണിച്ചും ബഹുമാനിച്ചും ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്നത്. ബീന ജയഘോഷ് ഈ പഞ്ചായത്തിൽ നിങ്ങളുടെ പ്രസിഡന്റായി ആരോഗ്യം കൊണ്ട് മാത്രമല്ല അല്ലെ, ഉൾക്കരുത്തുകൊണ്ടുകൂടി ധീര വനിതയാണ് എന്ന് തെളിയിച്ചയാളാണ്. രാജ്യത്തെ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ ഒരു വലിയ പോരാട്ടമായി നടന്ന പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചതിലും അതിന് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാനും നടത്തിയ കേന്ദ്ര ഗവൺമെന്റ് പരിശ്രമത്തിനെതിരായി കേരളത്തിൽ നടന്ന പോരാട്ടങ്ങളിൽ തുടർച്ചയായി യാതൊരു ചാഞ്ചല്യവുമില്ലാതെ എന്റെ പാർട്ടി തീരുമാനിച്ച കാര്യങ്ങൾ എന്റെ മരണം വന്നാൽ പോലും അത് നടപ്പിലാക്കും എന്ന് പറഞ്ഞ ധീരയായ വനിതയാണ് നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. പി കെ ശശിധരൻ അധ്യക്ഷനായി. നേതാക്കളായ പി എം മുഹമ്മദ്, പി വി രവീന്ദ്രൻ മാസ്റ്റർ, പി എച്ച് ഇബ്രാഹിം മാസ്റ്റർ, പി കെ വീരാൻകുട്ടി, പി എ രാംദാസ്, സി പി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുറ്റിച്ചൂർ കാഞ്ഞിരച്ചോട് ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. ചെറുപ്പുളിശ്ശേരി രാജശേഖരൻ ഭഗവാന്റെ തിടമ്പേറ്റി. ചാഴൂരിൽ ഡിവൈഎഫ്ഐ നേതാവിന് നേരെ ആക്രമണം. പാർട്ടി ഗുണ്ടകൾ ഞായറാഴ്ച രാത്രി ഗ്രാമപ്രദേശങ്ങൾ കൈയടക്കി. അന്തിക്കാട് പോലീസ് നോക്കുകുത്തിയെന്ന് ജനം. കാഞ്ഞാണിയിൽ മദ്യലഹരിയിലായിരുന്ന ഭർത്താവ് ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.